Hello students. So in this session we will discuss about new approximate method, that is variation method. അപ്പോൾ നമ്മൾ previous classൽ നമ്മൾ perturbation method എന്നുള്ള ഒരു approximate method ആണ് നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം മെനി മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുന്നതിൻ്റെ എനർജി കാൽക്കുലേഷൻസും ഒക്കെ നടക്കുന്നത് ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. സോ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു പെർട്ടുർബേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള അപ്രോക്സിമേറ്റ് മെത്തേഡാണ് വേരിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ആ വേരിയേഷൻ മെത്തേഡാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ let's begin with the variation method. So what is variation method? Variation method inde ഒരു methodology ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. The spirit of variation method is to guess a wave function satisfying the boundary conditions of the problem called a trial wave function, which consists of some adjustable parameters called variational parameters, and these parameters are adjusted until the energy of the trial wave function is minimized. The resulting trial wave functions and its corresponding energy are the approximations to the exact wave function and energy. Okay, but this is the spirit of variation method, or this is the methodology involved in variational methods. So എന്താണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? approximate we guess a wave function satisfying the boundary conditions of the problem. അപ്പം നമ്മൾ ഇവിടെ ഒരു ഗസ് വർക്ക് ആണ് ചെയ്യുന്നത്. നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷേ നമുക്ക് ഏത് വേവ് ഫംഗ്ഷൻ എടുക്കണമെന്ന് അറിയത്തില്ല. സോ വി ചൂസ് എ ട്രയൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, വിച്ച് സാറ്റിസ്ഫൈ ദ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഏതാണോ നമ്മളുടെ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നു. ദെൻ പിന്നീട് എന്താ ചെയ്യുന്നത്? which consists of this trial wave function consists of some adjustable parameters called variational parameters. So ഈ ട്രയൽ വേവ് ഫംഗ്ഷൻസിന് എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതിനൊരു കുറച്ച് അഡ്ജസ്റ്റബിൾ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ അഡ്ജസ്റ്റബിൾ പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? വേരിയേഷണൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ നമ്മളൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ എടുക്കുന്നു. ആ ട്രയൽ വേവ് ഫംഗ്ഷന് this trial wave function satisfy the boundary conditions of the problem, and this trial wave function consists of some adjustable parameters called variational parameters. Okay, ഇനി ഈ വേരിയേഷണൽ പാരാമീറ്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിയൽ സിസ്റ്റത്തിന്റെ എനർജിയിലേക്ക് കൊണ്ടുവരുന്നത്. Okay, the parameters are adjusted until the energy of the trial wave function is minimized. Okay, the resulting trial wave functions and its corresponding energy are the approximations to the exact wave functions and the energy. So this is the variation method. അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ പാരാമീറ്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മിനിമം എനർജിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ പോർഷനിലേക്ക് നമുക്ക് നോക്കാം. ദിസ് വേരിയേഷൻ മെത്തേഡ് ഈസ് based on Eckhart's theorem or variation theorem. It is based on Eckhart's theorem അല്ലെങ്കിൽ or വേരിയേഷൻ തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് വന്നിരിക്കുന്നത്, വേരിയേഷൻ മെത്തേഡ്. ഓക്കെ, this variation method is based on the Eckhart's theorem or this variation theorem.
theorem. Okay. Now, it is very important to note, it is a very important technique used very extensively in many of the theoretical calculations dealing with the atomic and molecular structures. If the ground wave function, okay, suppose ഒരു ground stateലുള്ള ground wave function psi 0 ആണെന്നിരിക്കട്ടെ, that is psi 0 represents the ground system, ground state of a or ground state function of a system. For example, helium atom എടുക്കുകയാണെങ്കിൽ helium atomത്തിന്റെ ground state നെ നമുക്ക് psi 0 കൊണ്ട് represent ചെയ്തിരിക്കുന്നു എന്നിരിക്കട്ടെ. Okay, and നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന വേവ് ഫംഗ്ഷൻ ആണ് psi എന്ന് പറയുന്നത്. Psi is the trial wave function. Trial wave function. കാരണം എന്താ, നമ്മളുടെ ഈ ഹീലിയം ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഹീലിയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന കുറച്ച് ഇന്ററാക്ഷൻസ് ഉണ്ട്. ഇതിന് 2 ഇലക്ട്രോൺസും അല്ലേ, 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2 പ്രോട്ടോൺസ് ഉണ്ട് ഇല്ലേ. അപ്പൊ ഈ ഒരു ഹീലിയം ആറ്റം തന്നെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഈ 2 ഇലക്ട്രോൺസും തമ്മിൽ എന്തുണ്ട്, ഒരു റിപ്പൾസീവ് എനർജി ഉണ്ട്, തമ്മിൽ റിപ്പൾഷനുള്ള ചാൻസ് ഉണ്ട്. ന്യൂക്ലിയസുമായിട്ട് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അട്രാക്ഷനുള്ള സാധ്യതയുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺസ് തന്നെ 1s ഓർബിറ്റിൽ കൂടി ഈ 2 ഇലക്ട്രോൺസും ഓപ്പോസിറ്റ് സ്പിന്നിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ടൈപ്പിലുള്ള എനർജീസിനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും അത് നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഇപ്പം അറിയാവുന്ന എനർജീസ് ആണ് ഇല്ലേ. ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൾഷനും ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള അട്രാക്ഷനും. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇലക്ട്രോണും ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, ഹീലിയം ആറ്റത്തിന് ചുറ്റിനും ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനുള്ളിൽ എന്തുണ്ട്, പ്രോട്ടോൺസും ഉണ്ട് ഇല്ലേ. അപ്പൊ സംടൈംസ് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ഒരു പക്ഷേ ചില സമയങ്ങളിൽ ഈ ഇലക്ട്രോണും ഇതിനകത്തുള്ള പ്രോട്ടോണും തമ്മിൽ അടുത്ത് വരാം, ചിലപ്പോൾ അകന്ന് നിൽക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയി വരും ഇല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കേസസും വരുമ്പോഴത്തേക്കും ഇതിന്റെ എനർജീസിൽ ഒരുപാട് ഡിഫറൻസ് വരും. അപ്പൊ എക്സാക്റ്റ് ആയിട്ട് അതുകൊണ്ട് ഹീലിയം ആറ്റത്തിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സോൾവ് ചെയ്ത് എക്സാക്റ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമുക്ക് വേരിയേഷൻ തിയറം ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ let psi 0 be the ground wave function of the system and psi be the trial wave function. psi എന്ന് പറയുന്നത് നമ്മൾ അങ്ങ് എടുക്കുകയാണ്, എന്താ ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഓക്കെ, which satisfy all the boundary conditions അല്ലെ, boundary conditions of the system and it also consists of some variational parameters. Clear ആയല്ലോ? Now, according to variation theorem, we can write average energy or expectation energy. Average energy or expectation energy നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ 5-6 പോസ്റ്റ്ലേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ആവറേജ് എനർജിയുടെ ഒരു പോസ്റ്റ്ലേറ്റ് പഠിക്കുന്നുണ്ട്. That is, average energy is equal to integral psi star h psi d2 divided by integral psi star psi d2, where psi is the complex conjugate of this trial wave function psi. Okay, and according to variation theorem, this average energy or the expectation energy of the trial wave function must be greater than or equal to the actual ground state energy, or equal to the actual ground state energy, actual ground state energy.
Okay, so ഈ വേരിയേഷൻ തിയറം പറയുന്നത് or Eckhart's theorem പറയുന്നത് എന്താണ്? If the ground state wave function psi 0 for a system is approximated by a trial wave function psi has the same boundary conditions of the problem, then the average energy or the expectation energy, that is integral psi star Hamiltonian psi d tau divided by integral psi star psi d tau must be greater than or equal to the actual ground state energy. Okay, so that is, we can represent it as mathematically as E is greater than or equal to E0 if ഒരു condition ഉണ്ട്, if psi is not equal to psi 0. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത്, ട്രയൽ വേവ് ഫംഗ്ഷൻ is not equal to 0 നമ്മുടെ ഒരു ഇതായിട്ട് എടുത്തിരിക്കുകയാണ്. Here Eckhart's theorem എന്താ പറയുന്നത്? E is greater than or equal to E0. This is the expectation energy or average energy of the system, and E0 is the energy of the ground state system. So now ഇതിനെ നമുക്ക് ഇതിന്റെ ഒരു പ്രൂഫ് ഇതിനൊന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു തിയറം നമുക്ക് പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. Now let's see how to prove it. That is, E is greater than or equal to E0. Okay. Now let's see the proof of this variation theorem. അപ്പോൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മളൊരു ഹീലിയം ആറ്റത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു. ഹീലിയം ആറ്റത്തിനകത്ത് 2 പ്രോട്ടോൺസ് ഉണ്ട്, 2 ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, പ്രോട്ടോൺസ് നമുക്ക് പോസിറ്റീവ് ചാർജ് കൊടുക്കാം. ദിസ് ഇസ് പോസിറ്റീവ് ചാർജ്. ഇതിന് ചുറ്റിനും എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ? 2 ഇലക്ട്രോൺ ഉണ്ട്. അത് ഓപ്പോസിറ്റ് സ്പിന്നിങ്ങിൽ നിൽക്കുകയാണ്. ഇത് +12 ആണെങ്കിൽ ഇത് -12 സ്പിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ഹീലിയം ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോട്ടോണും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ എനർജി ഉണ്ട്. ഈ പ്രോട്ടോണും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ എനർജി ഉണ്ട്. ഈ പ്രോട്ടോണും ഇതുമായിട്ട് ഇന്ററാക്ഷൻ, ഈ പ്രോട്ടോണും ഈ ഇലക്ട്രോണുമായിട്ടുള്ള ഇന്ററാക്ഷൻ. ആൻഡ് സിൻസ് ബോത്ത് ദീസ് സിസ്റ്റംസ് ആർ മൂവിങ് അല്ലേ, ഇവര് സ്റ്റേഷനറി അല്ല, ഇവരെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മൂവിങ് ആയതുകൊണ്ട് ഈ ഒരു ഇന്ററാക്ഷൻ എനർജീസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഇത്രയാണ് എനർജി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു വന്നിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ഓക്കെ, ഹിയർ the complete set of solutions to the Schrodinger equation. നമ്മുടെ Schrodinger equation എന്ന് പറയുന്നത് എന്താണ്? HSI is equal to E psi. What is H എന്ന് പറയുന്നത്? This is Hamiltonian operator അല്ലേ? ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ്. ടോട്ടൽ എനർജി ഓപ്പറേറ്റർ psi ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ we will get the total energy. Okay, and here the psi represents the trial wave function. Psi represents the trial wave function. Okay, ഇനി H psi is equal to E psi എന്നുള്ളതാണെന്ന് അറിയാമല്ലോ. ഇനി ഇവിടെ ഈ psi എന്ന് പറയുന്നുണ്ടല്ലോ, വെറുതെ ഉള്ള ഒരാളല്ല. psi എന്ന് പറയുന്നത് it's a linear combination of different terms. C1 psi1 plus C2 psi2 plus C3 psi3 plus etc. up to Ci psi I. ഇവിടെ ഈ C1, C2, C3, Ci എന്ന് പറയുന്നതാണ് എന്ത്? വേരിയേഷണൽ പാരാമീറ്റേഴ്സ്. ദിസ് C1, C2, C3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ദീസ് ആർ കോൾഡ് വേരിയേഷണൽ പാരാമീറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറയില്ലേ, ഈ വേരിയേഷണൽ പാരാമീറ്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രയൽ വേവ് ഫംഗ്ഷനെ എന്തിലോട്ട് കൊണ്ടുവരുന്നത്? ട്രൂ വേവ് ഫംഗ്ഷന്റെ അടുപ്പിച്ച് കൊണ്ടുവരുന്നത്. ഇവനെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ്, ഇവരുടെ വാല്യൂസ് കണ്ടെത്തിയിട്ടാണ്. ഓക്കെ, ആൻഡ് psi1, psi2, psi3 എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റംസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹീലിയം ആറ്റത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്.
ഇപ്പൊ ഹീലിയം ആറ്റത്തിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓരോ ഇലക്ട്രോൺസിനെ നമുക്ക് ഓരോ വേവ് ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓരോ പ്രോട്ടോൺസിനെയും ഓരോ വേവ് ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇന്ററാക്ഷൻസ് അനുസരിച്ചിട്ട് ഈ വേവ് ഫംഗ്ഷൻ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരാം. ഓക്കെ, അങ്ങനെ ഒരുപാട് psi ഫംഗ്ഷൻസ് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ വേവ് ഫംഗ്ഷൻ, ട്രയൽ വേവ് ഫംഗ്ഷൻ ആയിട്ടുള്ള psi എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ടൈപ്പിലുള്ള വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, psi1, psi2, psi3 എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം വേരിയേഷൻ തിയറത്തിനകത്ത് പറയുന്നത് എന്താണ്, psi എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈ ടേംസിന്റെ ഒക്കെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ആൻഡ് ഐ ക്യാൻ ഹാവ് വാല്യൂസ് 1, 2, 3 etc. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് എനർജി നമുക്ക് ഈ എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കാം, ഈ ഐ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. വേർ ഈ ഐ എന്ന് പറയുന്നത് E1, E2, E3 etc. So therefore we can write psi is equal to sigma summation of I is equal to 1 to infinity Ci psi I. Okay, ഈ ഒരു സമ്മേഷനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളുടെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എനർജി എന്ന് പറയുന്നത്, എക്സ്പെക്ടേഷൻ എനർജി എങ്ങനെ നമ്മൾ ഇങ്ങനെ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്, ആവറേജ് എനർജി ഓർ എക്സ്പെക്ടേഷൻ എനർജി ഇസ് ഈക്വൽ ടു എങ്ങനെ നമുക്കറിയാവുന്ന ഇക്വേഷൻ, ഇന്റഗ്രൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് psi into h cap psi d tau divided by integral psi star psi d tau. or ഇതിന്റെ ബ്രാക്കറ്റ് നൊട്ടേഷനിൽ ചില ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് നൊട്ടേഷനിലും കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഹിയർ ദിസ് h psi, ഈ ഒരു നൊട്ടേഷനെയാണ് ബ്രാക്കറ്റ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് psi psi. ഓക്കെ, ഇങ്ങനെ ഇത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് ഈ psi എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നൗ ഇപ്പം ആവറേജ് എനർജി ഓർ എക്സ്പെക്ടേഷൻ എനർജിയെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. നൗ നമ്മളിവിടെ ഈ ഒരു ട്രൂ വേവ് ഫംഗ്ഷൻ, ട്രയൽ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം, ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ ആകണമെങ്കിൽ എന്താണ്, psi has been normalized. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷനെയാണ് എടുത്തിരിക്കുന്നത്. ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ psi എങ്ങനെയായിരിക്കണം, നോർമലൈസ്ഡ് ആകണം. നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണ്, ഇന്റഗ്രൽ -infinity to +infinity psi star psi d tau is equal to must be equal to 1. നോർമലൈസേഷൻ കണ്ടീഷൻ ആണെങ്കിൽ. ഓക്കെ, ആൻഡ് അതുകൊണ്ട് നമുക്ക് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, that is therefore we can write E is equal to energy or expectation energy is equal to integral psi, that is psi star h psi d tau. കാരണം എന്താ, ഡിനോമിനേറ്റർ എന്തായി മാറി, 1 ആയിട്ട് മാറി. കാരണം എന്താ, ഇത് നോർമലൈസ്ഡ് ആയതുകൊണ്ട്. ആൻഡ് similarly this psi star can be written as is equal to sigma I is equal to 1 to infinity Ci star then psi I star. Okay, now expectation value E is equal to എങ്ങനെ എഴുതാം നമുക്ക്, ഇന്റഗ്രൽ ഇത് psi സ്റ്റാറിന് പകരം നമുക്ക് എന്ത് എഴുതാം, psi സ്റ്റാറിന് പകരം in sigma I is equal to 1 to infinity Ci star psi I star, okay, into Hamiltonian of sigma Ci psi I
d tau. Here I is equal to 1 to infinity. Okay, clear ആയല്ലോ? Ci into psi I നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയിരുന്നത് psi എന്ന് പറയുന്നത്. Okay, now or we can write it as is equal to sigma I is equal to 1 to infinity, then sigma j is equal to 1 to infinity. എന്താ iയും jയും എടുത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. That is Ci star Cj star integral psi I star h ഹാമിൽട്ടോണിയൻ ആണ് psi j d tau. ഇവിടെ ഞാൻ iയും jയും കൊടുക്കാനുള്ള രണ്ട് ടൈപ്പിലുള്ള വേവ് ഫങ്ഷൻസ്, അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇലക്ട്രോണും ഫസ്റ്റ് പ്രോട്ടോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഹീലിയം എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഫസ്റ്റ് ഇലക്ട്രോണും സെക്കൻഡ് പ്രോട്ടോണും തമ്മിലുള്ള ഇന്ററാക്ഷൻസ്. അപ്പം അവർ തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഐയും ജെയും എന്നുള്ള ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം എല്ലായിടത്തും ഐ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്, സെയിം വേവ് ഫങ്ഷൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്, മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇവർ തമ്മിൽ പല പല പിന്നെ എന്താണ് വേവ് ഫങ്ഷൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഐയും ജെയും കൊടുത്തിരിക്കുന്നത്. അതായത് 1ഉം 2ഉം തമ്മിലുള്ള ഇന്ററാക്ഷൻ, 1ഉം 3ഉം തമ്മിലുള്ള ഇന്ററാക്ഷൻ, 1ഉം 4ഉം തമ്മിലുള്ള ഇന്ററാക്ഷൻ, 2 and 5 തമ്മിലുള്ള ഇന്ററാക്ഷൻ, 2 and 6 തമ്മിലുള്ള ഇന്ററാക്ഷൻ, 2 and 1 തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിനെയും കൗണ്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐയും ജെയും കൊടുക്കുന്നത്. ഐ ഇസ് ഈക്വൽ ടു ജെ ആകാം, ഐ ഇസ് നോട്ട് ഈക്വൽ ടു ജെയും ആകാം. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു ജെയും ആകാം, അല്ലെങ്കിൽ ഐ ഇസ് നോട്ട് ഈക്വൽ ടു ജെയും ആകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത വരുന്നത് നോക്കാം, ഇവിടെ നോക്കാം. Then we know that HSI is equal to, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ ഉണ്ട്, HSI is equal to E psi എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വെൽ നോൺ ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ്. HSI is equal to E psi. സോ നമുക്ക് ഈ ഇവിടെ നിന്ന് HSij H of psi j നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം, E psi കൊണ്ട് റീപ്ലേസ് ചെയ്യാം. So this equation becomes നമ്മുടെ എക്സ്പെക്ടേഷൻ എനർജി E is equal to, എങ്ങനെ എഴുതാൻ പറ്റും, E is equal to sigma I is equal to 1 to infinity, sigma j is equal to 1 to infinity, Ci star Cj star integral psi I star പിന്നെ എന്ത് കൊടുക്കാം, E I psi j into d tau. മനസ്സിലായോ? അപ്പം HSIക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, E psi എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്തെടുക്കാം, നമുക്ക് ഇവനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. കാരണം eigen ഫങ്ഷൻസ് ആണ് ഇത്, ഈ ജെ eigen ഫങ്ഷൻ ആണ് ഇത് വരുന്നത്. സോ ഇതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ഈ സിഗ്മ I is equal to 1 to infinity, sigma j is equal to 1 to infinity, then Ci star Cj into Ej. ഈ eigen ഫംഗ്ഷൻ eigen വാല്യൂ ആയതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തോട്ട് എടുത്ത് ഇന്റഗ്രൽ psi I star psi j into d tau. This is the average energy or expectation energy. Okay, ഇനി പ്രൂഫ് ആയില്ലല്ലോ, കംപ്ലീറ്റ് ആയില്ലല്ലോ. കംപ്ലീറ്റ് ആയാൽ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഓർത്തോനോർമാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ psi I into psi j into d tau is equal to ഡെൽറ്റ ij എന്നുള്ളൊരു ടേം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ psi j into d tau is equal to
delta ij എന്ന് പറയുന്നത്. And this delta ij is known as Kronecker delta. Kronecker delta. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ടേം ആണ് Kronecker delta എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ this ഈ Kronecker deltയുടെ തന്നെ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. Delta ij is equal to 1 when I is equal to j, and delta ij is equal to 0 when I is not equal to j. That is, this is normalizing condition. ഇവിടെ എന്തെന്ന് പറയുന്നത് ഓർത്തോഗണൽ കണ്ടീഷനും ആണ്. ഓക്കെ, ഐയും ജെയും ഒരേ വേവ് ഫംഗ്ഷൻസ് അല്ല എങ്കിൽ Kronecker ഡെൽറ്റയുടെ വാല്യൂ 0 ആയിട്ട് വരും. ആൻഡ് ഇഫ് രണ്ടും ഐ ഇസ് ഈക്വൽ ടു ജെ ആണെങ്കിൽ, സെയിം വേവ് ഫംഗ്ഷൻസ് തന്നെയാണെങ്കിൽ ഡെൽറ്റ ഐ ജെ അല്ലെങ്കിൽ Kronecker ഡെൽറ്റയുടെ വാല്യൂ 1, ദാറ്റ് ഈസ് നോർമലൈസ്ഡ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ, ഒന്നുകൂടെ ഞാൻ എടുത്ത് എഴുതുവാണ്. ദാറ്റ് ഈസ് average energy or expectation energy is equal to sigma I is equal to 1 to infinity, then sigma j is equal to 1 to infinity, Ci star Cj into Ej integral, okay, integral psi I star h psi j, sorry, that is psi j. ഇതായിരുന്നല്ലോ നമ്മുടെ ആവറേജ് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് D2. ഓക്കെ, ഇനി Kronecker ഡെൽറ്റ 1 when I is equal to j ആണെങ്കിൽ ഈ വാല്യൂ എന്തായി മാറും? 1 ആയി മാറും. I is not equal to j ആണെങ്കിൽ ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. എന്താണ് ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത്? എന്തായിരുന്നു? ദാറ്റ് ഈസ് ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇന്റഗ്രൽ psi j star psi I into D2. ഇതിനെയാണ് നമ്മൾ Kronecker ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ വാല്യൂസ് ഇങ്ങനെയായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്കൊന്ന്, അപ്പൊ ഈ ഐയും ജെയും ഡിഫറെന്റ് ആണെങ്കിൽ ഈ വാല്യൂ എന്തായി മാറും? 0 ആയിട്ട് മാറും. ഐയും ജെയും സെയിം ആയിട്ട് വരുവാണെങ്കിലോ ആവറേജ് എനർജി എന്ന് പറയുന്നത് എന്തായി വരും? ആവറേജ് എനർജി is equal to sigma I is equal to 1, j is equal to 1 to infinity, Ci star Ci into എന്താ വരുന്നേ? Ei when I is equal to j. മനസ്സിലായോ? I is equal to j ആണെങ്കിൽ ഇവിടെ ഈ ടേം എന്തായി വരും? 1 ആയിട്ട് വരും. I is not equal to j ആണെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ എന്തായി മാറി? 0 ആയിട്ട് മാറി. സോ ഇപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം. is equal to sigma I is equal to 1 Ei, this is Ci square, that is മോഡുലസ് വാല്യൂ ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ 2ന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? 2 ആയിരിക്കും. -2ന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. -4ന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതേ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇവിടുന്ന് ഈക്വൽ ടു ഒന്നുകൂടെ ഒന്ന് എഴുതുകയാണ് ഞാൻ. നെഗറ്റീവ് വാല്യൂസ് വരുന്നില്ല എന്നുള്ള കാണിക്കാനായിട്ട്. I is equal to 1 Ei Ci square. Okay. If E0 is the ground state eigenvalue of the Hamiltonian, then we can write, ഇപ്പൊ E0 എന്ന് പറയുന്നത് എന്തായിട്ട് നോക്കാം? E0 is the ground state energy
of the system ആണെന്നിരിക്കട്ടെ, ground state energy of the system. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് E minus E0 can be written as sigma I Ci square E I minus E0. എനർജി ആണ് E0 എന്ന് കൊടുക്കാം. ഇതാണ് ഇത് ഏതാണ് ഇക്ക് പകരം ഈ ടേം ഈ ടേം ഇട്ട് കൊടുത്തു. ഓക്കെ, സെയിം ഇത് തന്നെ. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് is equal to, that is E minus E0 is equal to sigma I Ci square EI minus sigma I Ci square E0. ഓക്കെ, കാരണം എന്താ E0 ഗ്രൗണ്ട് സ്റ്റേറ്റിലും എത്ര എണ്ണം തന്നെ ഉണ്ട്, I ഫങ്ഷൻസ് തന്നെ കാണും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയത്. ഓർ equal to, can write it as sigma I Ci square into EI minus E0. The quantity on the right hand side is positive. In this case, that is E minus E0. Right hand side എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. Right hand side എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആയി വരണമെങ്കിൽ, ഓക്കെ, the quantity on the right hand side is positive or 0 for all values of I, since Ci square is always positive. ഇവിടെ എന്താ നമ്മൾ നോക്കണ്ടേ, Ci square എന്ന് പറയുന്നത് എപ്പോഴും എന്തായി വരുന്നുള്ളൂ, പോസിറ്റീവ് ആയിട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്തായി വരും, ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ദ ക്വാണ്ടിറ്റി ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് പോസിറ്റീവ് or 0 for all values of I, since Ci square is always positive. That is, നമുക്ക് എങ്ങനെ എഴുതാം, that is E minus E0 should be greater than or equal to 0, or എന്താണ് integral psi star h psi d tau should be greater than or equal to E0. Okay, this is the variation theorem. ഇതായിരുന്നല്ലോ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നത്. നമ്മുടെ വേരിയേഷൻ തിയറം എന്ന് പറഞ്ഞ് നമ്മൾ പ്രപ്പോസ് ചെയ്തിരുന്ന എന്തായിരുന്നു, that is the average energy or the expectation energy must be greater than or equal to 0. Okay, equal to the actual ground state energy of the system. അപ്പോൾ ഇതാണ്, ഈ രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സാധാരണ ഇത് എക്സാമിനേഷൻ നിങ്ങളുടെ സിലബസിനകത്ത് ചോദിച്ചിട്ടുണ്ട്, പ്രൂഫ് ഓഫ് വേരിയേഷൻ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി there are certain advantages and disadvantages of this variation theorem. There are some advantages and disadvantages of this variation theorem. That is, advantages എന്ന് പറയുന്നത്, advantage of this method is that we have enough freedom to select the trial wave function. We have enough freedom to enough freedom to choose trial wave function. Okay, and
wave function satisfying the boundary conditions of the problem. And the energy calculated always lie above the actual value. So one can make modifications upon it to get minimum energy value. ഇവിടെ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്? The energy calculator എങ്ങനെയായിരിക്കും? Energy calculator always lie above the actual value. Okay, അപ്പം അല്ലെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ടു 0, ഈക്വൽ ആയിരിക്കും. ഒന്നെങ്കിൽ എനർജി കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ട്രയൽ വേവ് ഫംഗ്ഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഒന്നുകിൽ സെയിം ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്തായിട്ട് വരാം? ഗ്രേറ്റർ ദാൻ ആയിട്ട് വരാം. അപ്പം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ എടുത്തിരിക്കുന്ന ട്രയൽ വേവ് ഫംഗ്ഷൻസിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. കറക്റ്റ് ചെയ്ത് നമുക്ക് മിനിമം ഡിഫറൻസിൽ കൊണ്ടുവന്നാൽ മതിയാവും. ഓക്കെ, ആൻഡ് ദ മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എത്രമാത്രം ഡിഫറൻസ് ആണ് ആക്ച്വൽ എനർജിയും കാൽക്കുലേറ്റഡ് എനർജിയും തമ്മിലുള്ളതെന്ന് അറിയാൻ ഇത്തിരി പ്രയാസമാണ്. എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ, നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിന്റെ എക്സ്പെരിമെന്റൽ എനർജി വാല്യൂ ഡിറ്റർമിനേഷൻ കമ്പൽസറി ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്നുള്ളത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. We have no way to no way of identifying how much the calculated value is higher than the actual value unless there is an experimental value available. Okay, this is the drawback of this system. Okay, so otherwise ഇത് നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് ഇനിയിപ്പം ബോണ്ടിങ്ങിനകത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എമോ തിയറി ഒക്കെ, വാലൻസ് ബോണ്ട് തിയറി ഒക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഹൈബ്രിഡൈസേഷനും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഓരോ മെത്തേഡ്സിൽ വേരിയേഷൻ മെത്തേഡിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു തൽക്കാലം നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം, ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു ഫോർ ലിസണിങ്. നിങ്ങളത് ചെയ്തു നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം പ്രീവിയസിൻ്റെ പെർട്ടർബേഷൻ മെത്തേഡിനകത്തൊന്നും ഡൗട്ട് ക്ലിയറൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാനങ്ങ് കരുതുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.